നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ 234 സീറ്റുകളിൽ ഇക്കുറി കോൺഗ്രസിന് കൂടുതൽ സീറ്റുകളാണ് മത്സരിക്കാൻ കൊടുക്കുന്നത്. 25 സീറ്റുകളായിരുന്നു 2021 കൊടുത്തതെങ്കിൽ ഇത്തവണ അത് 40ഓളം സീറ്റുകളാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ. തമിഴക വെട്രിക്കഴകം ഒരു രീതിയിലും അവിടെ മുന്നേറ്റം നടത്തില്ല എന്ന് സ്റ്റാലിൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിജയുടെ തക്കിട തരികിടെ ഒന്നും അവിടെ ചെലവാകില്ല എന്നും അവിടെ നടക്കാൻ പോകുന്നത് നേർക്കുനേർ സംഘപരിവാറും അതുപോലെ DMK തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നും അവിടെ മറ്റൊരു ശക്തിക്ക് സാധ്യതയില്ല എന്നും സംഘപരിവാർ സംഘടന BJP AIDMKയുടെ കൂടെ സഖ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എടപ്പാടി KS പളനിസ്വാമി നിർവീര്യമായിരിക്കുന്നു എന്നാണ് സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നോക്കൂ, ദക്ഷിണേന്ത്യയിൽ ഇത്രയും വളരെ മികച്ച രീതിയിൽ സംഘപരിവാർ ആശയത്തോട് സംഘപരിവാറിൻ്റെ പൊയ്മുഖം വലിച്ചു കാണിക്കാൻ ഇത്രത്തോളം ശേഷിയുള്ള കർമ്മശേഷിയുള്ള മറ്റൊരു നേതാവുണ്ടോ? സംശയമാണ്. സ്റ്റാലിനെ നിരവധി തവണ ഭയപ്പെടുത്തി അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ ജയിലിലാക്കുമെന്നൊക്കെ അമിത്ഷാ പല സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതാണ്. എന്നിട്ട് ഒരിഞ്ച് പിന്നോട്ട് സ്റ്റാലിൻ പോയിട്ടുണ്ടോ? ഈ അടുത്ത് കരൂറിൽ നടന്ന വലിയ തോതിലുള്ള ദുരന്തം 39 ജീവൻ പൊലിയുമ്പോഴും അവിടെ വിജയിയെ കുറ്റപ്പെടുത്താനല്ല സ്റ്റാലിൻ ശ്രമിച്ചത്, പകരം സ്റ്റാലിൻ്റെ ദീർഘവീക്ഷണമാണ്. ഒരു നേതാവും അണികൾ നശിക്കണമെന്നോ അവരുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെടണമെന്നോ ആഗ്രഹിക്കുന്നില്ല, അത് ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞ് കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ പോലും, അതായത് തമിഴക വെട്രിക്കഴകത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന, അതല്ലെങ്കിൽ വിജയോടൊപ്പം പോകണമോ, വിജയ്ക്ക് അനുകൂലമായി ജയ് വിളിച്ചവർ പോലും വിജയ്ക്ക് വോട്ട് ചെയ്യണമോ അല്ലെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിന് അനുകൂലമായി ചിന്തിക്കണമോ എന്ന് പല കോണുകളിൽ ഉദ്ദേശിച്ചവർ പോലും ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് സ്റ്റാലിൻ ഫാൻസായി മാറിക്കഴിയുകയാണ്. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്റ്റാലിൻ്റെ ദീർഘവീക്ഷണം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ മുന്നേറുകയാണ്. ജയലളിതയുടെ ഒരു സ്പേസ്, ജയലളിത മരണമടഞ്ഞതിന് ശേഷം AIDMK തകർന്ന് കുത്തുവാളയെടുത്ത് പാളീസായി, അധികാരത്തിൽ വരാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് ജീർണിച്ച അവസ്ഥയിലേക്കായി. ഒന്ന് ആലോചിക്കണം, 2011-ലും 2016-ലും അവിടെ AIADMK അധികാരത്തിൽ വരുന്ന സാഹചര്യം ജയലളിതയാണ് സൃഷ്ടിച്ചെടുത്തത്. എന്നാൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ അവിടെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം സ്റ്റാലിൻ്റെ തുടർച്ച, അതായത് ഭരണ തുടർച്ച ഉറപ്പുവരുത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി പോലെ BJPക്ക് ഇതും താങ്ങുന്നതിനപ്പുറമായിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ സ്റ്റാലിൻ നൽകിയിരിക്കുന്നത്.